الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد സൂറത്തു സ്വാദ് കാര്യമായി ഈ സൂറത്തിലുള്ളത് തൗഹീദ്, അള്ളാഹുവിൻ്റെ ഏകത്വം, വഹദാനിയത്ത് സ്ഥാപിക്കുക, റിസാലത്ത്, അമ്പിയാക്കന്മാരുടെ റിസാലത്ത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കുക. മൂന്നാമത്തേത് പരലോകം. അതാണ് അഖീദപരമായി ഇതിലുള്ള പ്രധാന വിഷയങ്ങൾ. അതിനാണ് മുഖ്യമായി ഈ സൂറത്തിൽ പരാമർശമുള്ളത്. മറ്റൊന്ന് താരീഖുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിൽ സുലൈമാൻ നബി, അയ്യൂബ് നബി അലൈഹിസ്സലാം പോലെയുള്ള നബിമാരെപ്പറ്റി, ദാവൂദ് നബി, ഈ മൂന്ന് നബിമാരെപ്പറ്റി മറ്റു സൂറത്തുകളിലില്ലാത്ത വിധത്തിലുള്ള കുറേ ചരിത്ര പരാമർശങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ഇവിടെ ഈ സൂറത്തിലുണ്ട്. അതിൽ കൂടി നമുക്ക് കുറേ ഗുണപാഠങ്ങളും ഉണ്ട്. അപ്പോൾ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, താരീഖുൽ അംബിയ, ചരിത്രം പഠിച്ചാലേ വിശ്വാസവും വിശ്വാസികളുടെ ജീവിത രീതികളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാദ്, അത് അലിഫ് ലാം മീം ഖാഫ് നൂൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു അക്ഷരമാണ്. അള്ളാഹു അഅലം ബി മുറാദിഹി, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. അതിന് പ്രത്യേകമായി ആ അക്ഷരത്തിന് ഒരു അർത്ഥമില്ല. സ്വാദ് എന്ന് പറഞ്ഞാൽ, സ്വാദിൻ എന്ന് പറയുമ്പോൾ ദാഹിച്ചവൻ എന്നൊക്കെ അർത്ഥമുണ്ട്, സ്വാദി എന്ന് പറയുന്നു. പക്ഷെ സ്വാദ് എന്ന അക്ഷരത്തിന് പ്രത്യേകമായ അർത്ഥമൊന്നുമില്ല. അപ്പോൾ പിന്നെ അള്ളാഹു അഅലം ബി മുറാദി, എന്തിനാണ് ഒരു അക്ഷരം, ഹുറൂഫ് മുഖത്താത്ത് എന്നാണ് ഇതിന് പറയാറുള്ളത്. നമ്മൾ ആ സൂറത്തിലൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടത്. ഹുറൂഫ് മുഖത്താത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോടും കൂടി ചേരാത്ത, വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ. ചിലയിടത്ത് 5-6 അക്ഷരങ്ങളുണ്ട്, ചിലയിടത്ത് 3 ഉണ്ട്, ചിലയിടത്ത് 2 ഉണ്ട്. ഖാഫ് നൂന് സ്വാദിലൊക്കെ 1 ഉണ്ട്, ഒരക്ഷരങ്ങൾ. അതിന് ഒരു പക്ഷേ അറബി ഭാഷയിൽ ഈ ഖുർആനിൻ്റെ സംബോധിതരായ അറബികൾ അവർ സംസാരിക്കുന്ന
ആ ഭാഷയും ആ ഭാഷയിലെ അക്ഷരങ്ങളുമാണ് ഈ ഖുർആനിൻ്റേതും. അപ്പം നിങ്ങളുടെ മാതൃഭാഷ, ആ മാതൃഭാഷയിലുള്ള നിങ്ങൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ അതൊക്കെ തന്നെ ഖുർആനിലുണ്ടായിട്ടും ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഖുർആൻ പോലെ ഒരു ആയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ഒരു വെല്ലുവിളി ഇതിലുണ്ട് എന്ന് ചില ഹദീസൊന്നുമല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു വെല്ലുവിളി തന്നെയാണല്ലോ. നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷ, ആ മലയാള ഭാഷയിലെ വ്യഞ്ജനങ്ങളും കരാക്ഷരങ്ങളും, അതുകൊണ്ട് ഒരു പുസ്തകം ആരോ രചിച്ചു, അതൊക്കെ വെച്ച് എന്നിട്ട് ഈ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വാക്യം, ഈ വാക്യം പോലെയുള്ള ഒരു വാക്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു മലയാളിയും ഒരു കൈ നോക്കാം എന്നല്ല പറയുക. പക്ഷേ അറബികളാരും ഒരു കൈ നോക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരായത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കത് കഴിഞ്ഞിട്ടില്ല. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വലൻ തഫ്അലു, ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. എന്താ? ഫഅ്തു ബി ആയത്തിൻ മിൻ മിസ്ലിഹി ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് തുല്യമായ ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരി, ഇതിന് തുല്യമായ ഒരു സൂറത്ത്, ചെറിയ സൂറത്തുണ്ടല്ലോ, ഇന്നാക്കൽ കൗസർ, എന്നാൽ അങ്ങനത്തെ ഒരു സൂറത്ത് നിങ്ങൾ പറയും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹ് പറയാണ് ഫഇല്ലം തഫ്അലു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്തിട്ടില്ലെങ്കിൽ, വലൻ തഫ്അലു, ഇനി ഭാവിയിൽ നിങ്ങൾക്കതൊട്ട് ചെയ്യാനും കഴിയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല എന്ന് അല്ലാഹു തആല പറയാണല്ലോ. ഖിയാമം വരെ ഖുർആനിനെ പോലെയുള്ള ഒരു വചനം നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാൻ കഴിയില്ല. അറബികളാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചിരുന്ന ഖുറൈശികളാണ് അറബ് ലോകത്തെ ഏറ്റവും ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നവർ. ഇപ്പോൾ നമ്മൾക്ക് മലയാള ഭാഷയിൽ ഏറ്റവും ശുദ്ധ മലയാളം പറയുന്നവർ മധ്യ കേരളത്തിലെ ഇന്ന ജില്ലക്കാരാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ജസീറത്തുൽ അറബിൽ അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഫുടവും ശുദ്ധവുമായ ഭാഷ സംസാരിക്കുന്നവർ ഖുറൈശികളാണ്. അതുകൊണ്ടാണ് ഖുറൈശികളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ ശുദ്ധഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഭാഷയിൽ മുഹമ്മദ് നബിയുടെ നാവിൽ കൂടി കേട്ട ഒരായത്ത് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ ആ ഖുർആനിന് എന്തോ ഒരു അദൃശ്യ ലോക്ക് ഉണ്ട് എന്നുള്ള അതിൻ്റെ അർത്ഥം. ഖുർആനിനെയും നബിയെയും പരമാവധി എതിർക്കാനും അവമതിക്കാനും മുന്നോട്ട് വന്ന ചരിത്രം എത്രയോ നമുക്ക് കാണാം. അത്ഉഈദു കുല്ല ജബ്ബാരിൻ അനീദി വഹാ അനദാക ജബ്ബാറുൻ അനീദു ഇദാ മാ ജിഇത റബ്ബക യൗമ ഹശ്രിൻ ഫഖുൽ യാ റബ്ബി മസ്സഖനിൽ വലീദു എന്ന് വലീദ് ബിൻ മുഗീറ ഇതിൽ വരുന്നുണ്ട്. വലീദ് ബിൻ മുഗീറ പറഞ്ഞിരുന്നു അത്രേ. അതായത് വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, ധിക്കാരികളും പരമശത്രുക്കളും പരാജയപ്പെട്ടു എന്ന് നബി അങ്ങനെ ഓതിയപ്പോൾ വലീദ് ബിൻ മുഗീറക്ക് തോന്നി ഇതിനെ പറ്റിയാണ് എന്ന്. കാരണം അയാൾ മഹാധിക്കാരിയാണ്, ഭയങ്കര പ്രവാചകൻ്റെ ശത്രുവാണ്, എല്ലാ അർത്ഥത്തിലും വലിയ മോശക്കാരനായിരുന്നു. അപ്പം ഇന്നെ പറ്റി തന്നെയാണ് പരാജയപ്പെട്ടു. ഹാബ എന്ന് പറഞ്ഞതാ, പരാജയപ്പെട്ടു പോയി എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കലി മൂത്ത് ദേഷ്യം കൂടിയിട്ട് അദ്ദേഹം മുസഹഫ് എഴുതി രേഖപ്പെടുത്തിയ ഏതോ അതിൻ്റെ താളുകൾ എടുത്തിട്ട് പിച്ചി ചീന്തിട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് തുഴീദു കുല്ല ജബ്ബാരിൻ അനീതി, ധിക്കാരികളെയും ശത്രുക്കളെയും നീ ജബ്ബാർ അനീദുകളെ നീ താക്കീര് നൽകുകയാണോ, പേടിപ്പിക്കുകയാണോ? വഹാ അനദാ ജബ്ബാറുൻ അനീദു, ആ ഖുർആൻ പറയുന്ന ജബ്ബാറുൻ അനീദ് ഞാനാണ്. ഇദാ മാ ജിഇത റബ്ബക യൗമ ഹശ്രിൻ, ഇനി നീ ഈ പറയുന്ന ഖിയാമത്ത് നാളിൽ നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ചെന്നാൽ ഫഖുൽ യാ റബ്ബി മസ്സഖനിൽ വലീദു, റബ്ബേ വലീദ് എന്നെ പിച്ചി ചീന്തി എന്ന് പറയുന്ന ഖുർആനിനോട് വെല്ലുവിളിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. ഖുർആനിനെ പിച്ചി ചീന്തിയിട്ട് എന്താ കാര്യം?
അത് വേറെയും എഴുത്തു കോപ്പികൾ സഹാബിമാരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. എന്നാ ഖുർആനിനനുസരിച്ചുള്ള ഒരു ആയത്ത് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെന്താ? അത് ഈ അക്ഷരങ്ങൾ കൊണ്ടുണ്ടായത്, ഈ അക്ഷരങ്ങൾ കൂട്ടി നിങ്ങൾ വേറൊന്ന് പറയുക എന്നുള്ളൊരു വെല്ലുവിളി ഇതിലുണ്ട് എന്ന് ഖുർആനിനെ പറ്റി ചിന്തിച്ച പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹു അഅലം ബി മുറാദി, ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്കറിയാം. എവിടെ അത് ഒരു നീട്ടക്ഷരത്തിൻ്റെ ശേഷം സാക്കിനാണെങ്കിൽ, സുക്കൂനാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? മദ് ചെയ്യണം. അംസയാണെങ്കിലും മദ് ചെയ്യണം. ഇപ്പോൾ മിമ്മ ഇൻ എന്നറിയില്ലേ? അംസയാണെങ്കിൽ മദ് ചെയ്യല്ലേ? ഫബി അയ്യി ആലാഇ, ആ നീട്ടക്ഷരം ലാമിൻ്റെ നീട്ടക്ഷരം. ആലാഇ, ആ എന്നുള്ളതിനും നീട്ടക്ഷരമുണ്ട്, ലാക്കും നീട്ടക്ഷരമുണ്ട് അല്ലേ? ആ ലാ. പക്ഷേ ലാ ആലാൻ്റെ ആന് 2 ഹർഫിൻ്റെ അത്ര നീട്ടിയാൽ മതി. എന്നാൽ ലാന് 4 ഹർഫിൻ്റെ അത്ര നീട്ടണം. അതിൻ്റെ കാരണം എന്താ? അവസാനം അതിൻ്റെ ശേഷം വരുന്നത് അംസയാണ്. അപ്പോൾ ഒരു നീട്ടക്ഷരത്തിൻ്റെ ശേഷം അംസ വന്നാലും നീട്ടക്ഷരത്തിൻ്റെ ശേഷം സുക്കൂന് വന്നാലും നീട്ടണം എന്നാണ് ഖുർആൻ പാരായണത്തിൻ്റെ ശൈലി. അറബി ഭാഷൻ്റെ ശൈലിയല്ല. നമ്മൾ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല. മണിക്കണം, നീട്ടണം, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. മണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, നീട്ടേണ്ട സ്ഥലങ്ങളുണ്ട്. ഇദ്ഗാം ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ സ്വാദ്, അതാണ് അവിടെ ആ അവസാനം ദ് എന്നാണ്, സ്വാദ് എന്നാണ്. നമ്മൾ അറബി ഭാഷയിൽ അക്ഷരം പറയുമ്പോഴോ അലിഫ് ബാ താ സാ എന്ന് പറയുമ്പോൾ അപ്പം താ എന്നേ പറയുള്ളൂ. നേരെ മറിച്ച് താ എന്ന് പറയില്ല. നേരെ മറിച്ച് ഖുർആനിലാണ് അങ്ങനെയുള്ളൊരു അക്ഷരമെങ്കിൽ അത് നീട്ടണം. അപ്പോൾ ഖുർആനിൻ്റെ തജ്വീദ്, അഹ്കാമു തജ്വീദിൻ്റെ ഒരു കൂട്ടത്തിൽപ്പെട്ടാണ്. ഇപ്പോൾ വലല്ലാലീൻ, വലല്ലാലീൻ, അവിടെ ലാ എന്നുള്ളത് മദ്ദെന്തിനാ? അതിൻ്റെ ശേഷം സുക്കൂനാണ്. ഏതാ? ലാലീൻ, ലാലീൻ, 2 ലാമ് കൂടുമ്പോൾ ശ്രദ്ധതല്ലേ. അപ്പം അതാണ് സ്വാദ്. പിന്നെ ഇനി ദാല്, 4 അക്ഷരങ്ങളുണ്ട്. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, 5 അക്ഷരങ്ങൾ. ഖുത്തുബുജദ് എന്നാണ് പറയാം. ഖുത്തുബുജദ് പണ്ട് തജ്വീദിൽ ഉസ്താദുമാർ തച്ച് പഠിപ്പിക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ. പണ്ട് ഓർമ്മ ഉണ്ടാവും, അടി കിട്ടിയ ഓർമ്മ വലക്കും ഉണ്ടെങ്കിൽ തിരക്കണില്ല ഉണ്ടോ? തജ്വീദിൽ ഖുത്തുബുജദ് എന്ന ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, ഈ 5 അക്ഷരത്തിൻ്റെ മേൽ വഖഫ് ചെയ്യുക. അതായത് നിർത്തുകയാണെങ്കിൽ, ആയത്ത് നിർത്തുകയാണെങ്കിൽ ഈ അക്ഷരങ്ങൾ വളരെ ശക്തമായി ഉച്ചരിച്ചുകൊണ്ട് നിർത്തണം എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വാദ് എന്ന് പറയണം, സ്വാദ് എന്ന് പറഞ്ഞാൽ പാടും. നേരെ മറിച്ച് വൽ ഖുർആൻ, ഖുർആന് എന്ന് പറയണ്ട. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, അതാണ്. അപ്പോൾ അത് ഇനി ഇതിൽ ഷിഖാഖ് എന്നുള്ള അവിടെ ഫി ഇസ്സത്തിൻ വ ഷിഖാഖ് എന്ന് പറയാൻ പാടില്ല. ഫി ബലില്ലദീന കഫറു ഫി ഇസ്സത്തിൻ എന്ന് പറയുമ്പോൾ ഫി ഇസ്സത്തിൻ വ ഷിഖാഖ് അതാണ് പറയുന്നത്. നേരെ മറിച്ച് ഷിഖാഖ് എന്ന് അയിമ വെല്ല കൊണ്ടുപോയി വെച്ചാൽ പോരാ, അയിമക്കാണ്ട് ഇടണം, എന്നിട്ട് അങ്ങനെ ഒരു ഒച്ച വരണം, ഷിഖാഖ്. അപ്പം സ്വാദ് വൽ ഖുർആനി ദിക്ർ, അവിടെ ദിക്ർ എന്ന് പറയണ്ട, ദിക്ർ, ദിക്റുകൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെയാണ് സത്യം. ഈ വാവ് എന്ന അക്ഷരം സത്യം എന്ന അർത്ഥത്തിൽ വാവുൽ ഖസം എന്ന. ഇപ്പോൾ ഒത്തീൻ, അത്തിമരം തന്നെയാണ് സത്യം. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വല്ലൈലി വല്ലുഹ, അവിടെയൊക്കെ സത്യത്തിൻ്റെ വാവാണ്.
നേരെ മറിച്ച് മറ്റൊരു പദത്തിനോട് ചേർന്ന് വല്ലൈലി വന്നഹാർ, അപ്പം രാത്രിയും പകലും, ആൻഡിൻ്റെ അർത്ഥം വരും വാവിന്. ഇവിടെ ആ മുമ്പൊരു വാക്കില്ലല്ലോ, അതുകൊണ്ട് വൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ് സത്യം. ദിക്ർ ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെയാണ് സത്യം. അതാണ് വൽ ഖുർആനി ദിക്ർ എന്ന് പറഞ്ഞാൽ ദക്കറ ഓർത്തു, ഓർമ്മിച്ചു എന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ. അതാണ് നമ്മൾ ദിക്ർ ചെല്ലുക എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ ഓർക്കുന്ന വചനങ്ങൾക്ക് ദിക്ർ എന്ന് പറയും. വേറൊരു അർത്ഥം ദിക്റിനുള്ളത് ഉത്ബോധനം എന്നാണ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഫീലിംഗ് ആണ് ദിക്റിൻ്റെ ഉത്ബോധനം എന്നർത്ഥം. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമുക്കൊരു ഉത്ബോധനം കിട്ടും. അപ്പോൾ ദിക്റിന് ഉത്ബോധനം എന്ന അർത്ഥമുണ്ട്, ഓർമ്മ എന്ന അർത്ഥമുണ്ട്. നമ്മളിപ്പോൾ സൂറത്തുൽ ജുമുഅയിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. യൗമുൽ ജുമുഅയിൽ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ നിങ്ങൾ ധൃതി കൂട്ടി പോകുക, അല്ലെങ്കിൽ ഓടിപ്പോകുക, ഇലാ ദിക്രില്ലാഹ് അള്ളാഹുവിന് ദിക്ർ എല്ലാം വേണ്ടി പോകുക എന്നല്ല, അള്ളാഹുവിനെ പറ്റിയുള്ള ഉത്ബോധനത്തിലേക്ക് പോകുക. ആ ദിക്ർ ഉത്ബോധനമാണ്, ഖുത്ബയാണ് എന്നാണ് മുഫസ്സിറുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച 2 റക്അത്ത് നിസ്കരിക്കാൻ പോയാൽ പോരാ, ആ ഖുത്ബ 2 റക്അത്ത് നമുക്ക് ഇളവാണ്. വെള്ളിയാഴ്ച ളുഹറിൻ്റെ 2 റക്അത്ത് നമുക്ക് കുറച്ച് തന്നു. അതെന്തിനാ? 2 ഖുത്ബ അവിടെ അള്ളാഹു തആല നിശ്ചയിച്ചു. ആ ദിക്ർ ആദ്യം കേൾക്കണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. പല ആളുകളും ആ 2 റക്അത്ത് കൊണ്ട് കഴിച്ചിലാവും, യഥാർത്ഥത്തിൽ ഖുത്ബ കിട്ടൂല. അവിടെ ദിക്ർ ഉത്ബോധനമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള വാക്കുകൾ ദിക്ർ. അപ്പോൾ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ സ്മരണകൾ ഉൾക്കൊള്ളുന്ന, അതായത് ദിക്ർ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റിയുള്ള അൽഹംദുലില്ലാ ദിക്റാണ്, സുബ്ഹാനല്ലാഹ് ദിക്റാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഖുർആനിൽ എല്ലായിടത്തുമുണ്ട്. അതോടൊപ്പം ആ ഓർമ്മപ്പെടുത്തുമ്പോൾ മനുഷ്യന് കിട്ടേണ്ട ഒരുപാട് അഹ്കാമുകൾ, ഉത്ബോധന വിധിവിലക്കുകൾ, ചരിത്ര പാഠങ്ങൾ, അതൊക്കെ ഉത്ബോധനമാണല്ലോ. അപ്പോൾ ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ അടങ്ങുന്ന ഈ ഖുർആൻ തന്നെയാണ് സത്യം. ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്. ബലില്ലദീന കഫറൂ, പക്ഷേ നിഷേധികൾ, പക്ഷേ അല്ലദീന കഫറൂ നിഷേധികളായിട്ടുള്ള ഒരു കൂട്ടർ, ഫി ഇസ്സത്തിൻ അവർ വലിയ അഹങ്കാരത്തിലാണ്. ഇസ്സത്ത് എന്ന് പറയണമെങ്കിൽ ദുരഭിമാനം. നമ്മൾ 2 നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇസ്സത്തിൻ്റെ അർത്ഥം പറയാറുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലില്ലാഹിൽ ഇസ്സത്ത് വലിയ റസൂലി, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ആണ് ഇസ്സത്ത്, പ്രതാപം എന്ന അർത്ഥം പറയാനുണ്ട്. അള്ളാഹു പ്രതാപിയാണ്, അതൊരു പോസിറ്റീവായ ഇതാണല്ലോ. ഇസ്സത്ത് വലിയ പ്രതാപിയാണ്, അതായത് മോശപ്പെട്ട കാര്യത്തിനൊന്നും പോവില്ല, ഉയർന്ന ഒരു നിലപാടുള്ള ആ ഒരു ഇസ്സത്ത് എന്ന് പറയും. മറ്റൊന്ന് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു അഹങ്കാരബോധം, ഞാൻ ആരെക്കാളും ഉയർന്നവനാണെന്നുള്ള കിബറിനും ഇസ്സത്ത് എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ആ സന്ദർഭത്തിനനുസരിച്ചാണ്. ഇപ്പം ബലില്ലദീന കഫറു എന്ന് പറഞ്ഞാൽ നിഷേധികൾ വലിയ പ്രതാപത്തിലാണ് എന്നല്ല പറയുന്നത്, അത് മുസ്ലിമീങ്ങളാണ് ഇസ്സത്തിലുള്ളത്. നേരെ മറിച്ച് നിഷേധികൾ വലിയ ഇസ്സത്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഹമ്മദ് നബിൻ്റെ ഉത്ബോധനം ഞങ്ങൾക്ക് വേണ്ട, അള്ളാൻ്റെ ഉത്ബോധനം വേണ്ട, ഞങ്ങൾക്ക് ഈ മുസ്ലിമീങ്ങളുടെ ഉപദേശങ്ങളൊന്നും വേണ്ട, ഞങ്ങളതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള എന്ന ഒരു ഇസ്തിക്ബാർ, ഒരു അഹങ്കാരത്തിലാണ് നിഷേധികളുള്ളത്. ഷിഖാഖ് ഭിന്നിപ്പിലുമാണ്. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ ഭിന്നത. ഷക്ക എന്ന് പറഞ്ഞാൽ കീറിയെന്ന്, ഷക്ക കീറിയെന്ന്. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നിച്ച് പോവുക, മാറി നിൽക്കുക, കീറിപ്പോയി. നമ്മൾ പിന്നെ മറ്റേ ഇതിന് ഷുക്ക എന്ന് പറയുന്നുണ്ടല്ലോ. ഷുക്ക എന്നെന്താ? ഒരു അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒരു ഷുക്ക, ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു ഇതിന് ഷുക്ക എന്ന് പറയും. അതെന്താ? വലിയൊരു കെട്ടിടത്തിലെ ഒരു ചെറിയ കഷ്ണം, ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ഭാഗം, ഒരു പാർട്ട് അതിന് ഷുക്ക എന്ന് പറയും. അതാണ് ഷക്ക, കീറിയെന്ന്. വൻ ഷക്കൽ ഖമർ, ചന്ദ്രൻ ഷക്ക 2 കീറായി പിളർന്നു.
അപ്പോൾ നിഷേധികൾ ശിഖാക്കിലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിൻ്റെ സ്രഷ്ടാവിൻ്റെ കൽപ്പന സ്വീകരിച്ച് ജീവിക്കേണ്ട ആളുകൾ അതിൽ നിന്ന് കീറി മുറിച്ച് മാറിപ്പോയി വേറെ ഭിന്നതയിലാണ് നിഷേധികളുള്ളത്. അപ്പോൾ ഖുർആനിൻ്റെ കാര്യത്തിൽ വിശ്വാസികളെയും അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഒരവസ്ഥയെയും അവിശ്വാസികളുടെ അവസ്ഥയെയും ഇവിടെ വിവരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്താണ്? ദിക്ർ, ഉത്ബോധനമുള്ളതാണ്. ആദ്യത്തായത്തിൽ അതാണ്. അപ്പം ഖുർആൻ നമുക്ക് ഉത്ബോധനമായിരിക്കണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിൻ്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുന്നവർ മാത്രമാണ് വിശ്വാസികൾ. അപ്പോൾ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ, പഠിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് ഉത്ബോധനം കിട്ടണം, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കിട്ടണം. അതാണ് ദിക്ർ എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ രാഗം, അതിൻ്റെ താളം, അതിൻ്റെ നല്ല ശബ്ദ രീതികൾ, നല്ല ഓത്താട്ട, നല്ല ഉഷാറുള്ള ഓത്ത. നമ്മളൊക്കെ ഇപ്പം അങ്ങനെയാണ് അധികം ഖുർആൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇമാം ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് അയാളെ ഓത്ത്, അയാളെ കൂറ്റെന്താണ്, ആ മണിക്കലൊക്കെ ഭയങ്കര. അതായത് നമുക്കൊരു ഒരു പാട്ടിൻ്റെ ഫീലിംഗ് ആണ്, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ആണ് അതിൻ്റെ ഖുർആനിനെ പറ്റി പലരും ചിന്ത. അതല്ല അതിൽ നിന്ന് കിട്ടേണ്ടത്. നല്ല ഓത്തും നല്ല താളവും രാഗവും ഒക്കെ ഖുർആനിന് ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള ഒരു തജ്വീദ് നിയമങ്ങളും തെർത്തീലും ഒക്കെ വേണം. എന്നാൽ അതിൽ നിന്ന് കിട്ടേണ്ടത് ഉത്ബോധനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഖുർആനിൻ്റെ സ്ഫുടമായ ഓത്തിൽ നിന്ന് അതിൻ്റെ ആശയം ഗ്രഹിക്കണം. അതാണ് വിശ്വാസികൾക്ക് ഖുർആൻ കൊണ്ട് കിട്ടേണ്ട ഗുണം. എന്നാലോ അവിശ്വാസികളാണെങ്കിലോ ഫി ഇസ്സത്തിൻ, അവർ ഭയങ്കര അഹങ്കാരമാണ്. എന്ത് കേട്ടാലും അവരെ തലയ്ക്കത് കയറൂല. ഷിഖാക്ക്, അവർ സത്യത്തിൽ നിന്ന് വേറിട്ട് പോയ ഭിന്നതയിലുമാണ്. ഷിഖാക്കിൻ അനിസിദ്ഖി അല്ലെങ്കിൽ അനിദിക്കർ, അള്ളാഹുവിൻ്റെ ദിക്കറിൽ നിന്ന് വേറിട്ട് പോയി ഭിന്നിച്ച് നിൽക്കുകയാണ് നിഷേധികൾ. അപ്പോൾ വിശ്വാസികളും അവിശ്വാസികളും ഖുർആനിൻ്റെ മുമ്പിലുള്ള രണ്ട് അവസ്ഥയാണ് ഈ ആയത്ത്, രണ്ട് ആയത്തുകളിൽ പറയുന്നത്. ഇതിൽ ഏത് അവസ്ഥയിലായിരിക്കണം നമ്മൾ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർൻ ഫനാദൗ വലാ തഹീന മനാസ്. കം അഹ്ലക്നാ, എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത്. കം എന്ന് പറയുന്നത് ചോദ്യമാണ്, എത്ര എന്ന്. ഈ ചോദ്യത്തിൽ അറബി ഭാഷയിൽ എത്ര എന്നുള്ള ആ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, എത്ര എന്നൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കാനാണ് കം ഇന്ദക്ക, നിൻ്റെ അടുക്കൽ എത്ര റൂബിയ, അതിൻ്റെ അടുക്കം റൂബിയ ഇന്ദക്ക, നിൻ്റെ അടുക്കൽ എത്ര ഉറുപ്പ്യ ഉണ്ട് പറഞ്ഞാൽ നിൻ്റെ അടുത്തിൽ 100 1000 ഉണ്ട് എന്ന് കിട്ടാനുള്ള ഒരു ചോദ്യം. മറ്റൊന്ന്, എത്ര എന്നുള്ള പെരുപ്പം കാണിക്കാൻ, എത്ര ആൾക്കാരാണ് അതുകൊണ്ട് മരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൽ 326 എന്ന് പറയാനല്ലല്ലോ. എത്ര എന്ന് പറഞ്ഞാൽ വളരെ ധാരാളം എന്ന അർത്ഥമാണ്. അതാണ് ഇവിടുത്തെ അർത്ഥം. കം അഹ്ലക്ന, എത്രയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്, എത്രയധികമാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, മിൻ ഖർനിൻ, നൂറ്റാണ്ടുകളിൽ നിന്ന്. അപ്പോൾ എത്ര നൂറ്റാണ്ടുകളിൽ നിന്ന് എത്ര ആളാണെന്ന് വെച്ചാൽ പല നൂറ്റാണ്ടുകളിലായി എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ഫനാദോ, അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു. നാദാ, വിളിച്ചു. നാദൗ, അവരൊക്കെ വിളിച്ചു പറഞ്ഞു. അതായത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അല്ലെ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് റബ്ബി പഠിച്ചവനെ ഒന്ന് പിന്തിച്ച് തരണം, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. നാശത്തിൻ്റെ സമയത്ത് എല്ലാവരും അള്ളാഹുവിനെ വിളിച്ച്. ഫിറഔൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മൾ ഖസസ് എന്ന് പഠിച്ചല്ലോ. ആ വെള്ളം തൊണ്ടയിൽ കുടുങ്ങി അത് ഇറക്കാനും തുപ്പാനും വയ്യാതെ റൂഹ് ആ മരണത്തിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ മൂസാ നബിയിലും ഹാറൂൻ നബിയിലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട്. അതാ അവസാനത്തെ വിളി. അതുകൊണ്ട് കാര്യമില്ല. വലാത്ത ഹീന മനാസ്, അപ്പോൾ രക്ഷപ്പെടുന്ന സമയമല്ല. മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന
ആ സമയം അല്ലെങ്കിൽ രക്ഷയുടെ ആ അവസ്ഥയല്ല, ലാത്ത ആ സമയമല്ല, ലാത്തൽ ഹീനു ഹീന മനാസ് ആ സമയം രക്ഷയുടെ സമയമല്ല. അതായത് ഈമാനുൽ ബഅ്സാണ്. കുടുങ്ങിയ നേരത്ത് ഇനി ജീവിതത്തിലേക്കില്ല, അപ്പോൾ അവസാനത്തിലാണ് എന്ന് പറയുമ്പോൾ പടച്ചോനെ വിളിച്ചിട്ട് കാര്യമില്ല. അത് ഫിറഔനെ വിളിച്ചിരുന്നു, എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദും സമൂദും ഒക്കെ മരിക്കുമ്പോൾ ഇനി രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പടച്ചോനെ ഓർമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. പടച്ചോനെ ഓർമ്മ വരേണ്ടത് നമുക്ക് മരണത്തിൻ്റെ മുമ്പാണ്. അതാണ് തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫി ശിദ്ദത്തി. നിനക്ക് സൗഖ്യവും സുഖവുമുള്ള സമയത്ത് അള്ളാഹുവിനെ നീ അറിഞ്ഞ് ജീവിക്കണം. എങ്കിൽ യഅരിഫ്ക ഫി ശിദ്ദത്തി, നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ അള്ളാഹ് നിന്നെ അറിഞ്ഞ് നിന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ അള്ളാഹ് നമ്മളറിയാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കണ്ടറിഞ്ഞ്, നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹ് കണ്ടറിഞ്ഞ് നിനക്ക് സഹായം ചെയ്യും. എപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ കണ്ടറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ. അല്ലാതെ എല്ലാം കഴിഞ്ഞ് അവസാനം മരിക്കാൻ പോകുമ്പോൾ ആ വിളിയല്ല വേണ്ടത്. അതാണ് ഫനാദോ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ. എത്രയെത്ര നൂറ്റാണ്ടുകളെയാണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകാരെയാണ്. കർണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്നും കൊമ്പ് എന്നും രണ്ടർത്ഥമുണ്ട് കർണിന്. കർണുൽ ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കൊമ്പ് എന്ന്. എന്നാൽ കർണ് എന്ന് പറഞ്ഞാൽ അൽ കർണുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നൂറ്റാണ്ട്, അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ 20-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്ന ആ നൂറ്റാണ്ടുണ്ടല്ലോ, ആ നൂറ്റാണ്ടുകളെ എന്ന് പറഞ്ഞാൽ പല നൂറ്റാണ്ടുകളിലുമുള്ള എത്രയെത്ര മനുഷ്യന്മാരെയാണ് നാം നശിപ്പിച്ചത്. ഫനാദോ, ആ നാശത്തിൻ്റെ നേരത്ത്, ഹലാക്കിൻ്റെ നേരത്ത്, അപ്പോൾ നാദോ, അവരെല്ലാം വിളിച്ചു, പടച്ചോനെ വിളിച്ചു, രക്ഷിക്കണേ ഒക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ വലാത്തൽ ഹീനു ഹീന മനാസ് എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ആ സമയം രക്ഷയുടെ സമയമല്ല, അപ്പം രക്ഷപ്പെടൂല. കാരണം അള്ളാഹിൻ്റെ തീരുമാനം കഴിഞ്ഞല്ലോ, അടുത്തു കഴിഞ്ഞു. അതുവരെ അള്ളാഹിനെ അവൻ ഓർത്തിയില്ലോ, അതുകൊണ്ട് രക്ഷയുടെ നേരമല്ല. വഅജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും. വഅജിബൂ, അവർ അത്ഭുതപ്പെട്ടു. അൻ ജാഅഹും, അവർക്ക് വന്നതിനാൽ അല്ലെങ്കിൽ വന്നു എന്നതുകൊണ്ട്. മുൻദിറുൻ, ഒരു താക്കീതുകാരൻ. മിൻഹും, അവരിൽ തന്നെയുള്ള ഒരു താക്കീതുകാരൻ, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു താക്കീതുകാരൻ വന്നതുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർക്കുള്ള അത്ഭുതം അതായിരുന്നു. സൂറത്തു സുഖ്റുഫിലുണ്ട്, വഖാലു ലൗലാ നുസില ഹദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. മുഹമ്മദ് നബി വന്നപ്പോൾ, മുഹമ്മദ് നബി ഏതായാലും നല്ല ആളാണ്, സത്യസന്ധനായ കുട്ടിയാണ് എന്നതെല്ലാം അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു യതീമായിട്ട് ഉമ്മയില്ല, ബാപ്പയില്ല, മരിച്ചുപോയി. പിന്നെ മൂത്താപ്പാൻ്റെ സംരക്ഷണയിൽ വളർന്ന ഒരു യതീംകുട്ടി. മൂത്താപ്പയാണെങ്കിലോ വളരെ ദരിദ്രനാണ്. ഖുറൈശികളിലെ പ്രമുഖനായ ആളാണെങ്കിലും ദാരിദ്ര്യത്തിൻ്റെ വളരെ പ്രയാസത്തിൽ വളരുന്ന ജീവിച്ച മൂത്താപ്പയാണ്. ആ മൂത്താപ്പൻ്റെ വല്ലിപ്പി അങ്ങനെ തന്നെയാണ്. വല്ലിപ്പാക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അബ്ദുൽ മുത്തലിബിന് അതും ഉണ്ടായിരുന്നില്ല, കുറേ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദരിദ്രനായ മൂത്താപ്പാൻ്റെ യതീമായ കുട്ടി, മൂത്താപ്പ വളർത്തുന്ന യതീമായ മുഹമ്മദ് എന്ന കുട്ടി, അവനാണോ പ്രവാചകനായി വരിക? എന്താ ഇത് കഥ എന്നാ. അതാ അജിബു, അവർ അത്ഭുതപ്പെട്ടു. പിന്നെ ഓല് പറഞ്ഞിരുന്നു ഇങ്ങനെ, സൂറത്തു സുഖ്റുഫിലുണ്ട്, വഖാലു ലൗലാ നുസില ഹദൽ ഖുർആനു അലാ ലൗലാ ഉൻസില ഹദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ഈ രണ്ടാലൊരു ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യൻ എന്തുകൊണ്ടേ ഖുർആൻ തന്നില്ല? രണ്ടാലൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒന്ന് മക്ക, മറ്റൊന്ന് തായിഫ്. മക്കയിൽ ഖുറൈശികളാണുള്ളത്, തായിഫിൽ സഖീഫ ഗോത്രക്കാരാണുള്ളത്. വലിയ പ്രമാണിമാരാണ് രണ്ട് കൂട്ടരും. ഈ രണ്ട് പ്രമാണിമാരിൽ ഖുറൈശികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് പിന്നെ വലീദ് ബിൻ മുഗീറയാണ്. വലീദ് ബിൻ മുഗീറ, അതുപോലെ തന്നെ ഉഖബത്ത് ബിൻ റബീഅത്ത് എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ വലിയ താപ്പാനകളാണ്, വലിയ പണക്കാരും പ്രമുഖന്മാരും ഒക്കെയാണ് വലീദ് ബിൻ മുഗീറൊക്കെ. മക്കയിൽ. ഇനി തായിഫിലാണെങ്കിലോ
തായിഫിലെ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, സഖീഫ ഗോത്രത്തിലെ ഉർവത്ത് ബിൻ മസ്ഊദാണ് വലീദിൻ്റെ സ്ഥാനത്ത് തായിഫിലുള്ള വലിയ കാരണവലും പ്രമാണിയും പ്രമുഖനൊക്കെ. അവരാണ് തായിഫുകാർ. ഉർവത്ത് ബിൻ മസ്ഊദ് എന്തെങ്കിലും പറഞ്ഞാൽ അത് തട്ടൂല. അതുപോലെ വലീദ് ബിൻ മുഗീറ പറഞ്ഞാൽ തട്ടൂല. ഉഖ്ബത്ത് ബിൻ റബിയത്ത് പറഞ്ഞാൽ തട്ടൂല മക്കക്കാർ. എന്നാൽ ഇബ്നു അബ്ദുയാലിയിൽ എന്ന് പറയുന്ന ഇബ്നു അബ്ദുയാലിയിൽ അത് തായിഫുകാരനാണ്. തായിഫുകാരനായ ഇബ്നു അബ്ദുയാലിയിൽ പറഞ്ഞാൽ അവർക്ക് തട്ടാൻ കഴിയില്ല, അത്ര പ്രമുഖനാണ്. അപ്പോൾ നുബുവ്വത്ത് എന്നൊക്കെ പറയുന്ന പ്രവാചകത്വം, അത് അവർ കേട്ടറിഞ്ഞിട്ടുണ്ടല്ലോ. പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം എന്തേ വലിയ വലിയ ആളുകൾക്ക് കൊടുത്തുകൂടായിരുന്നോ എന്ന് അവർ പറഞ്ഞിരുന്നു. അതാണ് ലൗലാ ഉൻസില ഹദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അലീം. ഈ രണ്ട് ഖറിയയിൽപ്പെട്ട, ഗ്രാമത്തിൽപ്പെട്ട, ഗ്രാമം എന്നുള്ളതുകൊണ്ട് അറിയിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്ന ഇടം, രാജ്യം, അതായത് തായിഫ്, മക്ക. ഈ രണ്ട് മക്കയിൽ ജനങ്ങൾ ജനനിബിഡമായത് കഅബയുടെ സാന്നിധ്യം കൊണ്ടാണ്. തായിഫ് എന്ന് പറഞ്ഞാൽ അവിടെ എന്നും നല്ല ഊട്ടിയാണ്. അപ്പോൾ അറബികൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ ജനനിബിഡമായ രണ്ട് പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു റജുല്, ഒരു മാന്യനായ മനുഷ്യനെന്തേ ഖുർആൻ ഇറങ്ങിഞ്ഞു. അജിബു അൻജാഅഹും മുൻദിറും മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ വന്നതിൽ അവർക്ക് വലിയ ആശ്ചര്യം. ഈ യതീമായ കുട്ടിക്കാണോ ഇറങ്ങിയത് എന്ന്. വഖാലൽ കാഫിറൂന, കാഫിറുകൾ പറഞ്ഞു, ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇവൻ സാഹിറാണ്, ഇവൻ സാഹിറാണ് എന്ന് പറഞ്ഞാൽ ഇവൻ മായാജാലക്കാരനാണ്, കദ്ദാബ് വ്യാജനാണ് എന്ന് അവർ പറഞ്ഞു. കാരണം വലീദ് ബിൻ മുഗീറനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അബൂജഹൽ ചിന്തിക്കാണ് ഇവനേറ്റ് ഏറ്റുമുട്ടാൻ, അവൻ്റെ ഈ ഖുർആനേറ്റോ, അവൻ്റെ വ്യക്തി എന്നുള്ള നിലക്ക് മുഹമ്മദ് നബി അത്ര ഒരു പിന്തുണയില്ലാത്ത സാധു യത്തീമാണ്. പക്ഷേ അദ്ദേഹം ഖുർആനുമായി ഏറ്റുമുട്ടാൻ വലീദ് ബിൻ മുഗീറയ്ക്ക് മക്കയുടെ കൂട്ടത്തിൽ കഴിവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലീദ് ബിൻ മുഗീറനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അവൻ്റെ ആ ഖുർആനൊന്ന് കണ്ട് കേട്ടിട്ട് അതിനൊന്നാണ്ട് എതിർത്ത് നിങ്ങളവനൊന്ന് തകർത്ത് കളയണം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് അവിടെ പോവുകയാണ് നബീൻ്റെ അടുക്കൽ. നബി ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. അപ്പോൾ വലീദ് ബിൻ മുഗീറയ്ക്ക് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഇത് തർക്കടില്ലല്ലോ, ഇതിപ്പോൾ നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റുന്നതല്ല, ഇതിനൊരു ഇന്ന ലഹു തലാവ, അതിനെന്തോ ഒരു ആകർഷണീയതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഖുറൈശികളുടെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത്, അവനുമായി ഖുർആനിൻ്റെ കാര്യത്തിൽ ഏറ്റുമുട്ടാൻ എനിക്ക് കഴിയില്ല, കാരണം ഖുർആനിന് എന്തോ ഒരു അദൃശ്യമായ ശക്തിയും ആകർഷണീയതയുമുണ്ട് എന്ന് വലീദ് ബിൻ മുഗീറ അബൂജഹലിനോടും ഖുറൈശി പ്രമുഖന്മാരോടും തിരിച്ചു പറയാണ്. അപ്പോൾ അവർ വലീദ് ബിൻ മുഗീറയോട് പറയുന്നുണ്ട്, അബൂജഹൽ ചിന്തിച്ചു, ഇവനെങ്ങാനും വലീദെങ്ങാനും മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ മക്ക മുഴുവനും പിന്നെ അങ്ങോട്ട് പോകും, നമ്മൾ ഒറ്റപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് ഭീമമായ സംഖ്യ അവർ ഓഫർ ചെയ്തു എന്നാണ്. ഒട്ടകങ്ങളും സ്വർണങ്ങളും ഭീമമായ ഓഫറുകൾ കൊടുത്തിട്ട്, നിങ്ങൾ നബിൻ്റെ കൂടെ പോകരുത്, നിങ്ങളെ നേതൃത്വം പോകും, നിങ്ങൾക്ക് സമ്പത്ത് ഞങ്ങൾ തരും എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്തപ്പോൾ അവന് ശരി, എന്നാൽ പിന്നെ മുഹമ്മദിനെ ഒന്ന് എതിർക്കന്നാണ്. അതാണ് സൂറത്തു മുദ്ദസിറിലുള്ളത്, ദർനി വമൻ ഖലഖ്തു വഹീദ, അതെ, ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ വമഹത്തു ലഹു തംഹീദ സുമ്മ യത്മഉ അൻ അസീദ് കല്ലാ ഇന്നഹു കാന ലിആയാതിന അനീദ സഉർഹിഖുഹു സഊദ ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നളർ സുമ്മ അബസ വബസർ ഫഖാല ഇന്ന ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ. അപ്പോൾ മുഹമ്മദ് നബിനെ ഏറ്റുമുട്ടിയിട്ട് അയാൾക്ക് ജയിക്കാൻ കഴിയണില്ല. ഖുറൈശികൾ എടുത്ത് ചെന്നപ്പോഴോ ഞാനെങ്ങാനോ അവൻ്റെ ആ വാക്ക് കേട്ട് ശരിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലഹു തലാവ ഫവല്ലാ ഇന്നലഹു തലാവ, മുഹമ്മദ് പറയുന്ന ഖുർആനിന് എന്തോ ഒരു ആകർഷണീയതയും ഗാംഭീര്യവുമുണ്ട്, അതിനൊന്നും എതിർക്കാൻ എന്നെ കൊണ്ടാവില്ല, എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വലിയ ഓഫർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് എന്നെ നീ വിടുക, അള്ളാഹ് പറയാം എന്നെ കണ്ട് വിട്ടാളി, ഒമൻ ഖലഖ്തു വഹീദ, ഏകനായി ഞാൻ സൃഷ്ടിച്ച അവനെയും,
അത് വലീദ് ഇബ്നു മുഗീറൻ്റെ കാര്യത്തിൽ ആയത്തിറങ്ങുന്നത് എന്ന മുഫസ്സിറുകൾ പറയുന്നത്. ദർനി വമൻ ഖലഖത്തു വഹീദ, പിന്നെന്താ, വജഅൽതു ലഹു മാലം മംദൂദ, കണക്കറ്റ സ്വത്ത് ഞാൻ അവന് കൊടുത്തു. വമഹത്തു ലഹു തംഹീദ, എല്ലാ സൗകര്യങ്ങളും ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തു. സുമ്മ യത്മഉ അൻ അസീദ്, പിന്നെ കൂടുതൽ കിട്ടണം എന്നവൻ ആഗ്രഹിക്കുന്നു. കല്ല, വേണ്ട, ഇന്നഹു കാനലി ആയാത്തിന അനീദ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം കാണിക്കുകയാണ് അവൻ. സഉർഹിഖുഹു സഊദ, ഏറ്റവും വലിയ അപകടത്തിലേക്ക് അവനെ ഞാൻ തള്ളിവിടും. പിന്നെ ഇന്നഹു ഫക്കർ, അല്ലേ, ഇന്നഹു ഫക്കർ, അവൻ കുറേ ആലോചിച്ചു. വഖദ്ദറ, കണക്ക് കൂട്ടി. ആലോചിച്ച എന്താ, ഞാൻ മുഹമ്മദിൻ്റെ കൂടെ പോയാൽ ഞാൻ ഖുറൈശികളുടെ നേതാവല്ലാതെയാകും. പിന്നെ കണക്ക് കൂട്ടി നോക്കിയത്, ഈ മുഹമ്മദിൻ്റെ കൂടെ പോയാൽ പട്ടിണി പാവങ്ങളായ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് ഒന്നും കിട്ടൂല, ഓൻ്റെ കൂടെയൊക്കെ അടിമകളാണ്, ഞാനിവിടെ പ്രമാണിയല്ലേ, ബൽ എനിക്ക് ഇത്രയൊക്കെ തരും. അപ്പോൾ അവിടെയും ഇവിടെയും കൂടി ഒന്ന് ലാഭനഷ്ട കണക്ക് കൂട്ടി. ഫഖുത്തില കൈഫ ഖദ്ദർ, അവൻ ശപിക്കപ്പെടട്ടെ, എന്ത് കണക്കാണ്, എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടിയത്? സുമ്മ ഖുത്തില കൈഫ ഖദ്ദർ, വീണ്ടും ശപിക്കട്ടെ അവൻ, എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടിയത്? സുമ്മ നല്ലർ, പിന്നെ ഒന്ന് ആലോചിച്ചു. പിന്നെ സുമ്മ അബസ, പിന്നെ ഒന്ന് നെറ്റി ചുളിച്ചു. അതൊക്കെ തന്നെയാണ്. അത് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. നെറ്റി ചുളിച്ചു. ബസറ, എന്നിട്ടൊന്ന് ഇളിച്ചു കെട്ടി. അത് ശരിയാവില്ല, ഓൻ്റെ കൂടെ പോയി. അതുകൊണ്ടില്ല, അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവത്തെ, ആ നിഷേധത്തിൻ്റെ മുഖഭാവത്തെ കണക്ക് കൂട്ടിയിട്ട് ലാഭനഷ്ടങ്ങൾ നോക്കുന്നതിന് അള്ളാഹ് ശരിക്കും കണ്ട് ചിത്രീകരിച്ചു തരാം. നമുക്കിങ്ങനെ കണ്ട് ആലോചിച്ച് നോക്കിയാൽ, അതിൻ്റെ പരിഭാഷ എന്ന് ആലോചിച്ച് നോക്കിയാൽ, വലീദ് ഇബ്നു മുഗീറൻ്റെ ആ ചിന്തിക്കലും ആലോചിക്കലും കണക്ക് കൂട്ടലും അവിടുന്ന് ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കീക്കലും എന്നിട്ട് ആ നെറ്റി ചുളിയലും പിന്നെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അത് ശരിയാവില്ല. പിന്നെ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ, ഇത് കൃത്യമായും തെരഞ്ഞെടുത്ത സിഹ്റാണ്, മായാജാലമാണ്, ഒരൊറ്റ പ്രഖ്യാപനമാണ്. അതോടുകൂടി ഖുറൈശികൾ കൈയടിച്ച് പാസ്സാക്കി. വലീദിനെ നമുക്ക് തന്നെ കിട്ടിയത്. ഈ വലീദിനെ എന്തുകൊണ്ട് അവർക്ക് പിന്നെ പ്രവാചകനാക്കിയില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇതാണ് വഖാൽ കാഫിർ അജഅലൽ അൻജാഅഹു അജിബു അൻജാഅഹും മുൻദിറും മിന്നും, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു താക്കീതുകാരൻ വന്നു എന്നതിൽ അവർക്ക് വലിയ അത്ഭുതപ്പെടുകയാണ് അവർ. വഖാലൽ കാഫിറൂന, ആ നിഷേധികൾ പറയുകയും ചെയ്തു. അതാണ് പറയുകയും ചെയ്തു, ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇത് മായാജാലക്കാരനും വ്യാജനുമാണ്. കദിബ്, വ്യാജം, കളവ് പറയുന്നവനുമാണ്. എന്നിട്ട് അവർ പറയുന്ന കാരണം അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ, ആലിഹത്തുകളെ, ഒരുപാട് ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയാവുകയാണോ അവൻ? അപ്പം അവർക്ക് ഓരോരുത്തർക്കും കുലദൈവങ്ങളുണ്ടായിരുന്നു. ഓരോ കുലദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കുലങ്ങൾക്ക്, അതായത് ഗോത്രങ്ങൾക്കും കൊച്ചു കൊച്ചു ദൈവങ്ങൾ. അവരുടെ വീട്ടിൽ ആ ദൈവത്തെ അവർ പൂജിക്കുന്നുണ്ട്. കഅബയിൽ ചെന്നാൽ വലിയ ദൈവം ഉണ്ടായിരുന്നു, കഅബയിലുണ്ടായിരുന്നു കുറേ ദൈവങ്ങൾ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഗോത്ര ദൈവങ്ങളോടും കഅബയിൽ അവർക്ക് തോന്നുന്ന ദൈവങ്ങളോടും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ. ആരെ വിളിച്ചാലും അവർക്ക് രക്ഷ കിട്ടും, ആർക്ക് നേർച്ച വഴിപാടുകൾ നേർന്നാലും രക്ഷ കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. അതിന് മുഹമ്മദ് നബി പറഞ്ഞത്, ഒന്നിനെ വിളിച്ചാലും രക്ഷ കിട്ടൂല, അല്ലാഹനെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. തൗഹീദ് അതാണല്ലോ. മറ്റൊരാളെയോ അമ്പിയാക്കളെയോ സാലിഹീങ്ങളെയോ ശ്വാതാക്കളെയോ അവരൊക്കെ നമുക്ക് പിൻപറ്റി ജീവിക്കാനാണ്. അവരെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നവരല്ല അവർ. പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, സഹായം തേടാവൂ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാ അജഅലൽ ആലിഹത്ത, ഒരുപാട് ഇലാഹുകളെ, ദൈവങ്ങളെ അദ്ദേഹം ആക്കുകയാണോ? ഇലാഹൻ വാഹിദൻ, ഒറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? അപ്പോൾ ബാക്കിയുള്ള ഇലാഹിനെന്തിനാ? ആകെ ഒരു ഇലാഹേ ഉള്ളൂ. ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇലാഹുകൾക്കൊന്നും. അതാണെങ്കിലോ അവരുടെ തലമുറകളായി പണ്ട് അംർ ഇബ്നു ലുആയ് വന്നിട്ട് അവരെ ബഹുദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയതാണ്.
അത് തലമുറകളായി അവരങ്ങനെ ചെയ്തു പോരല്ലേ. അതൊക്കെ പഠിച്ചോനെ മാത്രമേ പറ്റുള്ളൂ എന്നാണോ അവർ പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഉജാബ് എന്ന് പറഞ്ഞാൽ മഹാകൗതുകം, അജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഉജാബ് എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു മഹാ അത്ഭുതമാണല്ലോ. ഇത്രയൊക്കെ ദൈവങ്ങളെ കാലാകാലങ്ങളായി ഞങ്ങൾ ആരാധിച്ചു പോന്നിട്ട് അതിനൊന്നും നിങ്ങൾ ആരാധിക്കരുത്, പിന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ഇത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അവരത് കേട്ടിട്ടില്ല പണ്ട്. അതാണ് വൻതലഖൽ മലഉ മിൻഹും അനിംശൂ വസ്ബിറൂ അലാ ആലിഹത്തിക്കും. വൻതലഖൽ മലഉ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള മലഉകൾ എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ, പ്രമുഖന്മാർ. കാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി എന്ന് പറഞ്ഞല്ലോ. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലെ മലഉകളാണ് സാധാരണക്കാരായ ആളുകളെ പിഴപ്പിച്ചിരുന്നത്. മലഉകൾ എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ, പ്രമുഖന്മാർ. അവർക്ക് അവരുടെ പല താല്പര്യങ്ങളും നിലനിർത്താൻ വേണ്ടി അവരുടെ പിന്നെ ആശയങ്ങളും വിശ്വാസങ്ങളും സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. വൻ തലക്കൽ മലഉ മിൻഹും, അവരുടെ കൂട്ടത്തിലുള്ള മലഉകൾ, പ്രമുഖന്മാരായ പ്രമാണിമാർ പോയി എന്തു പറഞ്ഞു? അവിടുന്നാണ്ട് ഇന്തലക്ക എന്ന് പറഞ്ഞാൽ അവിടുന്നാണ്ട് കീഞ്ഞുപോയി, മാറിപ്പോയി. അനിംഷു, നിങ്ങൾ നടന്നോളി, ഇവൻ്റെ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല. ഇംഷു, നടന്നോളി, പൊയ്ക്കോളി. വസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹുകളിന്മേൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ ആരാധിച്ചുകൊണ്ട് ഇസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളി. മുഹമ്മദിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേൾക്കാൻ പോലും പ്രമാണിമാരായ ഖുറൈശികൾ അനുവദിച്ചില്ല. അതാണ്, കേൾക്കാൻ പോലും. വഖാലൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. അവിശ്വാസികൾ പറഞ്ഞു, പ്രമാണിമാർ പറയാണ്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്, കേട്ടാ പേച്ചു. ലാ തസ്മഉ ലിഹാദ വൽഗൗ ഫീഹി, ആ ഖുർആനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബഹളമുണ്ടാക്കുക. ഖുർആൻ കേൾക്കുന്നിടത്ത്, പഠിക്കുന്നിടത്ത് നിങ്ങൾ ഒച്ചമൊളി, കൂക്കുംപൊളി ഉണ്ടാക്കിയിട്ട് ബഹളമുണ്ടാക്കുക. ലഅല്ലക്കും തഗ്ലിബൂൻ, എന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അതാണ് സത്യവും നേരും കൃത്യമായി തുറന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ ഒരു മുൻധാരണയൊന്നും ഇല്ലാത്ത ആളുകളത് മനസ്സിലാക്കും. ഓൽക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അവർ ബഹളം ഉണ്ടാക്കണം, നിങ്ങൾ കേൾക്കാൻ പോണ്ട എന്ന് അന്നും ഇന്നും അതേ ഭാഷ തന്നെയാണ് ഇവർ പറയുന്നത്. അനിംഷു, നിങ്ങൾ നടന്നു പോയിക്കൊള്ളുക. ഒസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങളുടെ ഇലാഹുകളിന്മേൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അയിമത്തന്നെ പിടിച്ചു കൂടിക്കോളി, നിങ്ങൾ ഇതൊന്നും കേൾക്കാൻ പോകണ്ട. ഇത് അന്നും ഇന്നും ഉണ്ടായിരുന്ന ഇവരുടെ ഒരു നിലപാടാണ്. ശരിയായ കാര്യങ്ങൾ കേട്ടാൽ മനുഷ്യൻ തെറ്റിപ്പോവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയപ്പോൾ, നബിക്ക് ഖുർആൻ ഇറങ്ങുന്നതൊക്കെ അദ്ദേഹം മനഃപ്പാഠമാക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ഖുർആൻ ഓതി രാത്രി നമസ്കരിക്കുമ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും വന്നിട്ട് കാതോർത്ത് കേട്ടിരുന്നു എന്ന്. ഓരോ ദിവസം കൂടുന്തോറും ആളുകളിങ്ങനെ കൂടിക്കൂടി വന്നു ഖുർആൻ കേൾക്കുന്നത്, ഖുർആൻ ഓരുന്നത് കേൾക്കാൻ. എന്താ പറഞ്ഞാൽ അവർക്ക് സാധാരണക്കാരന് ഒരു നഷ്ടമില്ല. നഷ്ടമുള്ളത് അബൂജാഹിലിനും ഉത്ബത്തിനും ഷൈബത്തിനും വലീദ് ബിൻ മുഗീറക്കും ഒക്കെയാണ്. ഓലൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ ഓല ആൾ കുറയില്ലേ. അപ്പോൾ പ്രമാണിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഇത് കേൾക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കെ ഓതരുത്, ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ആട്ടിപ്പറഞ്ഞേക്കാൻ വരെ തയ്യാറായതായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. പിന്നെ അദ്ദേഹം എന്നിട്ട് അവിടുന്ന് നാട് വിട്ടുപോകുന്നതും അങ്ങനെ ഖുറൈശികളുടെ അവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തെ പിടിച്ചു കൊടുന്ന് നിങ്ങളങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട് ആദ്യകാലത്ത്. അപ്പോൾ ശരിക്കും ഖുർആൻ അതിൻ്റെ നേരെ ചൊവ്വേ ആരുടെയും സ്വന്തമായ വളച്ചുകെട്ടില്ലാതെ, നമ്മളുടേതായ സ്വന്തമായ അഭിപ്രായങ്ങളൊന്നുമില്ലാതെ അല്ലാഹു തആല നേർക്കുനേരെ പറഞ്ഞു തന്നത് നേരെ ചൊവ്വയാണ്. കേൾപ്പിച്ചാൽ സാധാരണക്കാരായ ആളുകളുടെ തലയിൽ കയറും.
അത് കയറാതിരിക്കാൻ വേണ്ടിയാണ് അനിംഷു നടന്നോളി ഇവിടെ കണ്ട വസ്ബിറു അല ആലിഹത്തിക്കും നിങ്ങളുടെ ഇലാഹുകളിന്മേൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക. ഇന്നഹാദ തീർച്ചയായും ഈ ദീൻ, ഈ മതം, ഈ മുഹമ്മദ് പറയുന്ന ഇത് ലശൈഉൻ യുറാദ് ഒരു ഉദ്ദേശപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ലശൈഉൻ ഇതൊരു വലിയ കാര്യം, ഒരു വസ്തുവാണ്. യുറാദ് ഉദ്ദേശപൂർവമായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന പണിയാണ് ഈ ദീന്. ഈ ദീനും ഈ പറയുന്ന ഖുർആനൊക്കെ എന്തോ ഒരു ഉദ്ദേശത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ തലമുറകളായി ആചരിച്ച് വിശ്വസിച്ച് പോന്ന ഈ ചില്ലുകൊട്ടാരം തകരാൻ പോവുകയാണ്. ഇതെന്തോ ഒരു യുറാദ്, അറാദ യുരീദ് പറഞ്ഞ ഉദ്ദേശിച്ചു, എന്തോ ഒരു ഉദ്ദേശം ഇതിനുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. എന്നിട്ട് ആളുകൾ അവിടുന്ന് പൊയ്ക്കോളി, ഇവിടെ നിൽക്കണ്ട, ഇത് കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയാണ്. മാ സമിഅന ബിഹാദ ഞങ്ങളിത് കേട്ടിട്ടില്ലല്ലോ. സമിയ കേട്ടു, മാ സമിഅന ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ബിഹാദ ഇതൊന്നും ഫിൽ മില്ലത്തിൽ ആഖിറ ഈ അവസാന കാലത്തുള്ള മില്ലത്തുൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസാനത്തെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ ഒരു മില്ലത്ത് പോൽക്കും, മില്ലത്ത് പറഞ്ഞാൽ മാർഗം, ദീന് എന്നൊക്കെ. ഈ അവസാനം വന്ന ദീനിലൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ദീനിൽ കേട്ടില്ല. പണ്ടോ ആരോ ഉണ്ടോ നമുക്കറിയില്ല, പക്ഷേ ഇപ്പോഴൊന്നും വന്നതിൽ നിന്ന് ഞങ്ങളിത് കേട്ടിട്ടില്ലല്ലോ. മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ ഈ അവസാന കാലത്ത് വന്ന ദീനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബാപ്പാരെ ബാപ്പാമാരൊന്നും ഇത് കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കാൻ നിൽക്കണ്ട, പൊയ്ക്കോളി, ഇവിടുന്ന് പൊയ്ക്കോളി, നിങ്ങളെ ഇലാഹുകളേറ്റ് കൂടി ക്ഷമിച്ചു കൂടിക്കോളി എന്ന് അവർ പറഞ്ഞു. ഇൻഹാദ തീർച്ചയായും ഇത് ഇല്ലഖ്തിലാഖ് കെട്ടിച്ചമച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ ഈ അവസാനമായി വന്ന മത ആശയങ്ങളിലൊന്നും, മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മതം അല്ലെ ദീൻ, ഇങ്ങനെയുള്ളൊരു മില്ലത്തിലൊന്നും ഞങ്ങളിത് കേട്ടിട്ടില്ല. ഇൻഹാദ ഇല്ലഖ്തിലാഖ് ഇത് ഇഖ്തലഖ എന്ന് പറഞ്ഞാൽ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ഇഖ്തലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ആരോ കെട്ടിച്ചമച്ച് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ഉൻസില അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കപ്പെട്ടുവോ അദ്ദിക്റു ഈ ഉത്ബോധനം ഈ മുഹമ്മദിൻ്റെ മേലിലാണോ ഇറക്കപ്പെട്ടത്? മിൻ ബൈനിന ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്ര വരെ ഞങ്ങൾ ആരാധിച്ചും വിശ്വസിച്ചും പോരുന്നതിനെതിരായി എല്ലാ ദൈവങ്ങളെയും വിട്ട് ഏകനായ അള്ളാഹുവിനെ സൃഷ്ടാവായ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടാവൂ എന്നത് ഞങ്ങളുടെ മിൻ ബൈനിന ഞങ്ങൾക്കിടയിൽ നിന്ന് അലൈഹി ഈ മുഹമ്മദാകുന്ന ഇവൻ്റെ മേലിലാണോ അദ്ദിക്ർ ഈ ഉത്ബോധനം ഇറക്കപ്പെട്ടത്? വേറെ ആരെയും കിട്ടിയില്ല അള്ളാഹ്ക്ക് എന്ന ബൽ തന്നെയുമല്ല ഹും ഫി ശക്കിൻ മിൻ ദിക്രി എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി അവർക്ക് സംശയമാണ്, അവർക്ക് ശക്കിലാണ് അവരുള്ളത്. തന്നെയുമല്ല അവർ എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി ശക്കിലാണുള്ളത്. ബൽ തന്നെയുമല്ല ലമ്മാ യദൂഖു അദാബ് ഇതുവരെ അവർ ശിക്ഷ ആസ്വദിച്ചിട്ടില്ല, അത് ഞാൻ ആസ്വദിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു താക്കീത് മറ്റൊരു രൂപത്തിലാണ്. നിങ്ങൾ ശിക്ഷ ആസ്വദിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇതുവരെ അവർക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഉത്ബോധനം മിൻ ദിക്രി എൻ്റെ ഉത്ബോധനം അവരങ്ങോട്ട് തള്ളിക്കളിയാണ്. ഇതുവരെ അവർക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക് അതല്ല, അം ഇൻദഹും അവരുടെ അടുക്കലുണ്ടോ ഖസാഇനു റഹ്മത്തി റബ്ബിക നിൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ. ഖസാഇൻ എന്ന് പറഞ്ഞാൽ ഖസാനത്ത് എന്ന് പറഞ്ഞാൽ ഖജാന, നമ്മളെ മലയാളം തന്നെയുള്ളൊരു വാക്കാണ്. ഖസാഇനു റഹ്മത്തി റബ്ബിക് നിൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ, ശേഖരങ്ങൾ അവരുടെ അടുക്കലുണ്ടോ? അതായത് പഠിച്ചോന് അള്ളാഹുവിൻ്റെ ദീനും ഖുർആനും അള്ളാഹിൻ്റെ റഹ്മത്താണല്ലോ. റഹ്മത്തിൻ്റെ ഖജാന ഓലെടുത്താണെങ്കിൽ ഓല് മുഹമ്മദ് നബിക്ക് കൊടുക്കൂല, മറ്റവർക്കേ കൊടുക്കുള്ളൂ. ഖസാഇനു റഹ്മത്തി റബ്ബിക് നിൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണ്. മുഹമ്മദ് നബിക്ക് കൊടുത്തു, എന്നാൽ മറ്റവർക്കൊന്നും കൊടുത്തില്ല, വലിയ വലിയ ആൾക്കാർക്ക് കൊടുത്തില്ല.
അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്താകുന്ന ഈ ഖുർആനും ഹിദായത്തും റിസാലത്തൊക്കെ ഓല കയ്യിലാണോ അതുള്ളത്? അത് അള്ളല്ലേ കൊടുക്കൽ, അത് അവരുടെ കയ്യിലല്ലല്ലോ. അൽ അസീസ് പ്രതാപിയായ, അൽ വഹാബ് ദാനം ചെയ്യുന്ന, എല്ലാവർക്കും വഹബ ഹിബ കൊടുക്കുന്ന, ദാനം നൽകുന്ന പ്രതാപിയായ അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന റബ്ബിൻ്റെ ഖജനാവ് അവരുടെ കയ്യിലുണ്ടോ? അംലഹും അതല്ല അവർക്കുണ്ടോ മുൽക്കുസ്സമാവാതി വൽ അർള് ആകാശഭൂമികളുടെ അധികാരം? ഫൽയർത്തഖൂ എങ്കിൽ അവർ കയറിപ്പോകട്ടെ. റുഖിയ എന്ന് പറഞ്ഞാൽ ഒമാ ബൈനഹുമ ആകാശഭൂമികളുടെയും അവ രണ്ടിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും മുൽക്ക് അധികാരം അവരുടെ കയ്യിലാണോ? അവർ മുഹമ്മദ് നബിക്ക് എന്തേ കൊടുത്തു? ഇത് വലിയ അത്ഭുതമാണല്ലോ. ഈ ഒരു യതീമായ വളർന്ന ഈ സാധുവിനാണ് കൊടുത്തത്, ഞങ്ങൾക്കൊക്കെ വലിയ ആളുകളില്ലേ എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ്, അവരുടെ കയ്യിലാണ് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുള്ളത്. എന്നിട്ട് ഓലിങ്ങനെ കൊടുക്കുകയാണോ? അതല്ല, ആകാശഭൂമികളുടെയും ഒമാ ബൈനഹുമ അത് രണ്ടിൻ്റെ ഇടയിലുള്ളതിൻ്റെയും മുൽക്ക് അവരുടെ കയ്യിലാണോ? ഫൽയർത്തഖൂ എന്നാൽ അവർ കയറിപ്പോകട്ടെ. റുഖിയ റഖ എന്ന് പറഞ്ഞാൽ കയറി എന്ന റഖ. മിർക്കാത്ത് എന്ന് പറഞ്ഞാൽ കോണിയാണ്. സുല്ലം എന്നുള്ള അർത്ഥത്തിലാണ് മിർക്കാത്ത്. പിന്നെ ഇർത്തിഖാ ഉയർച്ച, കയറ്റം, പിന്നെ പ്രമോഷനൊക്കെ ഇർത്തിഖാ എന്ന് പറയും. ഉദ്യോഗത്തിലൊക്കെ ഉള്ള പ്രമോഷന് ഇർത്തിഖാ എന്നാണ്, മുകളിലേക്ക് കയറാം. അപ്പോൾ ഫൽയർത്തഖൂ അവർ കയറിപ്പോകട്ടെ. ഫിൽ അസ്ബാബ് ആകാശത്തേക്കുള്ള മാർഗങ്ങളിൽ കൂടി. അസ്ബാബ് എന്ന് പറഞ്ഞാൽ സബബ്, കാരണം എന്നർത്ഥമുണ്ട്. സബബ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്ന റീസൺ. അതേ അവസരത്തിൽ വഴി എന്നർത്ഥമുണ്ട്. ഇവിടെ വഴിയാണ്. ഫൽയർത്തഖൂ ഫിൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ ഫിൽ അസ്ബാബ് അസ്ബാബി സമാവാതി വൽ അർള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആ വഴിയിൽ അവർക്ക് അസ്ബാബ് സമാ ആകാശത്തിലേക്ക് അവർ കയറിപ്പോകട്ടെ. അള്ളാഹിൻ്റെ ഖജനാവ് അള്ളാഹ് മുകളിൽ നിന്ന് താഴോട്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തു. അതവർക്ക് ഇഷ്ടമില്ല. അവരുടെ കയ്യിലല്ലല്ലോ ഖജനാവ്, അള്ളാഹിൻ്റെ അടുക്കലല്ലേ. ഇനി അതല്ല, അവരുടെ കയ്യിൽ ഖജനാവ് ഉണ്ടോ, ആകാശഭൂമിയുടെ അധികാരമുണ്ടോ? എന്നാൽ പോലെ ആകാശത്തിൻ്റെ മാർഗത്തിലേക്ക് കയറിപ്പോകട്ടെ. എന്നിട്ട് അവിടുന്ന് അള്ളാഹിൻ്റെ റഹ്മത്താകുന്ന റിസാലത്തും ഈ ഖുർആനും വേദവും ഹിദായത്തും വഹിയൊക്കെ ഓൽക്ക് താല്പര്യമുള്ളവർക്ക് ഓല് കൊടുക്കട്ടെ. അള്ളാഹ്ക്ക് കഴിയൂല അള്ളാഹിനെ കടത്തി വെട്ടിക്കൊണ്ട്. അതാ ഫൽയർത്തഖൂ ഫിൽ അസ്ബാബ്. പിന്നെ ജുന്ദുമ്മാ ഹുനാലിക അവിടെയുള്ള ഒരു നിസ്സാരമായ സൈന്യം മാത്രമാണവർ. ജുന്ദ് എന്ന് പറഞ്ഞാൽ സൈന്യം, ജുന്ദിയ് സൈനികൻ, അതാണ്. അപ്പോൾ ജുന്ദുമ്മാ ഹുനാലിക അവിടെയുള്ള അങ്ങെങ്ങോ ഉള്ള ഒരു നിസ്സാരമായ സൈന്യമാണവർ. മഹ്സൂമുൻ ആട്ടിയോടിക്കപ്പെട്ട ഒരു സൈന്യമാണവർ. മിനൽ അഹ്സാബി കക്ഷികളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു സൈന്യം. ആ സൈന്യമാണ് ഇവരെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രവാചകന്മാരെ എതിർക്കുകയും പ്രവാചകന്മാർക്ക് വഹി നൽകിയതിൽ അസൂയ കാണിക്കുകയും ചെയ്ത ഒരുപാട് അഹ്സാബുകളെ, കക്ഷികളെ അല്ലാഹു തആല ആട്ടിയോടിച്ചിട്ടുണ്ട്. അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അഹ്സാബ് ഹിസ്ബ് കക്ഷികളാണ്. പല കക്ഷികളെയും പണ്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ആ കക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൈന്യം മാത്രമാണിവർ. അവർ ആട്ടിയോടിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെടും. അവർക്ക് ആകാശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് കൊടുത്ത ദൗത്യം വേറെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാനൊന്നും അവർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് അവരുടെ കഴിവിനെ അല്ലാഹു തആല, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചൊറച്ച് നിൽക്കുള്ള ഖുറൈശികൾ മുഹമ്മദ് നബിൻ്റെ മുമ്പിൽ. നബിയും കുറച്ച് ഇത് മക്കത്ത് നിന്ന് ഇറങ്ങിയ ആയത്താണ്, സുഹൃത്തുക്കളാണ്. അപ്പം മക്ക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ന്യൂനപക്ഷം, എല്ലാവരെക്കാളും ദുർബലൻ, ദാറുൽ അർഖമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ പേടിച്ചരണ്ട് കഴിഞ്ഞിരുന്ന ഈ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സമൂഹമാണവർ, ഒരു ചെറിയ സൈന്യമാണവർ. അവർ ഒന്നുമല്ല. കഴിയുമെങ്കിൽ ആകാശത്ത് പോയിട്ട് ഈ റഹ്മത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ
എന്നൊക്കെ മുഹമ്മദ് നബി ഇങ്ങനെ പറയുമ്പോൾ എത്ര നിസ്സാരമായ ഭൗതികമായി നോക്കുമ്പോൾ ഒന്നിനും ഒരു കഴിവില്ലാത്ത സാധുവായ ആ ഒരു പരാധീനതയുള്ള ന്യൂനപക്ഷമായ ആ ഒരു സമൂഹം ഈ വലിയ മഹാഭൂരിപക്ഷത്തിനോട് പറയാ ഓടിക്കപ്പെടും, നിങ്ങളൊന്നുമല്ല പഠിച്ചവൻ്റെ മുമ്പിൽ. അതല്ലേ പിന്നെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇതിൽ കൂടി നമുക്ക് കിട്ടേണ്ട ഖുർആനിനെ പറ്റിയുള്ള ഒരു മഹത്വം, നബിക്ക് അല്ലാഹു നൽകിയ സഹായവും ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതനുസരിച്ച് ജീവിക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.